ഗുഡ് മോർണിംഗ്. പലപ്പോഴും കർത്താവ് നമ്മൾ ടെസ്റ്റ് ചെയ്യും കേട്ടോ. അത് ചിലപ്പോൾ നമുക്കൊരു ബ്ലെസ്സിങ് തന്നിട്ടായിരിക്കും. നമ്മൾ ആ ബ്ലെസ്സിങ് കൊണ്ട് നിൽക്കുമോ അതോ ആ ബ്ലെസ്സിങ് എന്ന കർത്താവിനെ അനുഗമിക്കുമോ? ഇതാ ടെസ്റ്റ്. പല ആൾക്കാരും ഞങ്ങളുടെ ആ ബ്ലെസ്സിങ്ങിൽ കുടുങ്ങിപ്പോവും, കർത്താവിൽ നിന്ന് ആകല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, മീന് പിടിച്ചിട്ട് കർത്താവ് പറയണം എന്നെ അനുഗമിക്കും. വചനം പറയുക, വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച്, എന്ന് പറഞ്ഞാൽ വള്ളവും വേണ്ട, വലയും വേണ്ട, മീനും വേണ്ട, ഞാനിനി കർത്താവിൻ്റെ പുറകെ പോവുക. നോക്ക്, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളാണ് എന്ത് ചെയ്തതിനെ? ഒന്നീ നമ്മൾ കർത്താവിൻ്റെ എക്സ്ക്യൂസ് പറയും, കർത്താവ് തന്ന അനുഗ്രഹം അത് കളയാൻ ഞാൻ ആഗ്രഹിക്കില്ല, അത് കർത്താവിനെ ഞാൻ അപമാനിക്കും. അങ്ങനെ കുറേ ലെയിം എക്സ്ക്യൂസ്, കപടത. കർത്താവ് ഇതെല്ലാം കേൾക്കുമ്പോഴേ കർത്താവിന് മനസ്സിലാവും, ശരി ശരി ശരി, ഓക്കെ ഓക്കെ, മനസ്സിലായി, നീ അവിടെ തന്നെ. ഇനി അഥവാ കർത്താവിനെ അനുസരിക്കും, കർത്താവിൻ്റെ കൂടെ പോകണം, ചെയ്തൊട്ട് കളയാനും വേണ്ടി. നമുക്ക് പലപ്പോഴും അങ്ങനെ ലോകം വേണം, കർത്താവും വേണം, ഇല്ലേ? ലോകത്തിൻ്റെ ആ ഒരു അംഗീകാരം നമുക്ക് വേണം താനും, എന്നാൽ ഇത് കഴിഞ്ഞിട്ട് അംഗീകരിക്കുമ്പോൾ കർത്താവിൻ്റെ അംഗീകാരവും വേണം. നടക്കത്തില്ല, അങ്ങനെ ചിന്തിക്കുകയേ വേണം. അപ്പം നമ്മളെന്ത് ചെയ്യും? നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒന്ന് നമ്മുടെ മക്കളെ ഏൽപ്പിക്കും. നമ്മുടെ പാർട്ട്നേഴ്സിന് നമുക്ക് വലിയ താല്പര്യം കാണത്തില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദൈവസഭകളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. കർത്താവായിട്ട് വലിയ ഉണർവൊക്കെ തുടങ്ങി. 1-2 ദൈവദാസന്മാരെ എൻ്റെ മുമ്പിൽ നിർത്തും. എല്ലാം കർത്താവിൻ്റെ സഭയാണെന്നെല്ലാം പറയും. പക്ഷേ അടുത്ത അധികാര കൈമാറ്റം വരുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി. അതും മക്കളിലോട്ടേ പോകും. കാരണം വേറെ ആരും വിശ്വാസമില്ല. തന്നെയല്ലേ ഞാൻ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇത് മുഴുവൻ ഞാൻ വേറെ കൊടുക്കുന്നത്. അതെൻ്റെ മോൻ തന്നെ ഇരിക്കട്ടെ, ബിസിനസ്സുകാരല്ലേ. അംബാനി ഇപ്പോൾ അടുത്ത ആളിനെ ആരാക്കുന്നത്? മോനെ, അത് വേറെ അല്ലേ ആക്കത്തില്ല. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയല്ലേ ദൈവസഭയിലും വേണ്ടത്? അതെ, അങ്ങനെ തന്നെ വേണം. പക്ഷെ അത് ലോകത്തിൻ്റെ പാറ്റേൺ. ശ്രദ്ധിച്ചാൽ കാണാം, പലയിടത്തും ആ ഒരു ഉണർവ് അങ്ങ് തണുത്തു പോകുന്നതൊക്കെ കാണാം. പക്ഷെ കർത്താവ് അനോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ആ ദൈവദാസൻ്റെ മകനെ കർത്താവ് ഉയർത്തുന്നുണ്ടെങ്കിൽ, അനോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ കർത്താവിനോട് ചോദിച്ചിട്ടാണ് ചെയ്യും. കർത്താവ് ഏൽപ്പിച്ചില്ലയോ? കർത്താവ് ചോദിക്കണം, അടുത്തത് ആരെ ഏൽപ്പിക്കേണ്ടത്? അവരെ ഏൽപ്പിക്കുക. അല്ല ഞാനും എൻ്റെ കുടുംബവും. അങ്ങനെ ശുശ്രൂഷയില്ല. സഭ ഇത് കുടുംബ ബിസിനസ് അല്ല, നോട്ട് എ ഫാമിലി ബിസിനസ്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നുകിൽ നമ്മുടെ മോനെ വിളിക്കും, അല്ലെ മോനില്ലയോ അളിയനെ ഏൽപ്പിക്കും. സ്വന്തം ബ്രദറിനെ എത്ര വിശ്വാസമാണ്, അളിയന്മാരെയും കൂടുതൽ വിശ്വാസം. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ അളിയൻ്റെ മോനെ ഏൽപ്പിക്കും. എന്താ പറയുന്നത്? ഇവിടെ ഞാൻ അങ്ങോട്ട് പോവുക, കർത്താവ് വിളിച്ച് പോകാതിരിക്കാൻ പറ്റത്തില്ല, കാരണം കർത്താവ് മോശമല്ല. നീ ഇത് പോയി വിറ്റിട്ട് എൻ്റെ മാക്സിമം വില മേടിച്ച് എൻ്റെ ഈ അക്കൗണ്ട് നമ്പർ കൊടുക്കും. എൻ്റെ ഈ അക്കൗണ്ട് ഇട്ടേക്കണം. ഒരു പൈസ പോലും വേറെ പോകരുത്, വേറെ ആരും എടുത്തുകൊണ്ട് പോകരുത്. അത് ഫ്രഷായിട്ട് തന്നെ കൊടുക്കണം. ഏറ്റവും വില കിട്ടുന്ന മാർക്കറ്റിൽ എന്നിട്ട് പോവുക. കർത്താവ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു. കർത്താവ് നീ ഉപേക്ഷിച്ചില്ലല്ലോ. നീ എന്തോ ഉപേക്ഷിച്ചത്? നീ എക്സ്റ്റേണലി എല്ലാം ഉപേക്ഷിച്ചുള്ളൂ. അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. നീ അതെല്ലാം സേഫ് ആക്കിയില്ലേ? എങ്ങനെ ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമുക്ക് പറയാം, ഞാൻ കർത്താവ് എന്നെ വിളിച്ച് ഞാൻ അപ്പോഴേ എല്ലാം ഉപേക്ഷിച്ചു, ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, ഞാൻ അന്നേരം ഇറങ്ങി തിരിച്ചു എന്നൊക്കെ സാക്ഷ്യം പറയും. പക്ഷേ കർത്താവ് കൊണ്ടുകൊണ്ടായിരിക്കുന്നു വിളിക്കുന്നതും, ചെവിയിൽ അവനോട് പറയുന്നതും, അവനെ ഏൽപ്പിക്കുന്ന, താക്കോൽ കൊടുക്കുന്നു, അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു ഒക്കെ കർത്താവ് കൊണ്ടുകൊണ്ടായിരിക്കുന്നു. എങ്ങനെ ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റുന്നത്? ഇനി അടുത്തൊരു കൂട്ടുണ്ട്. കർത്താവ് വിളിച്ചാൽ പോകത്തൊന്നുമില്ല. പക്ഷേ ഈ മീൻ വിൽക്കും, നല്ല വിലയ്ക്ക് വിറ്റേച്ച് അവരൊരു ക്യാപിറ്റലൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടി വലിയ ഫ്രീസറൊക്കെ മേടിച്ചു. അവർ പിന്നെ പുറത്തുനിന്ന് തന്നെ പുതിയ ബോട്ട് മേടിക്കുന്നു, അതിനകത്ത് നിറച്ച് മീൻ കിട്ടുന്നു, ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യുന്നു, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം കുറച്ചുകൂടി വലിയൊരു എന്താ പറയുക ഒരു വെയർ ഹൗസ് മേടിച്ചിട്ട് അവിടെ വലിയ ഫ്രീസറൊക്കെ വെച്ചിട്ട് കണ്ടെയ്നേഴ്സൊക്കെ വന്ന് പിന്നെ ഇതൊക്കെ എക്സ്പോർട്ടിങ് ആണ്. കാരണം എല്ലാ ഞായറാഴ്ചയും പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വള്ളത്തിലൊന്നുമില്ല, ശൂന്യതയായിരുന്നു. ഞാൻ കർത്താവിൻ്റെ ഒരൊറ്റ വിളിച്ചു. കർത്താവ് എന്നോട് പറയടാ ഇറക്കടാ വലയെന്ന് പറയും. ഞാൻ കർത്താവിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കി. 35-ാമത്തെ വയസ്സിലാണ് നടന്നെന്ന് ഓർത്തു. 70 വയസ്സ് വരെ ഈ ഒരു സാക്ഷ്യം മാത്രം. എന്താ? റിസീവ് ചെയ്യുക, കൊടുക്കുകയല്ല, റിസീവ് ചെയ്യുക. കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുക. പലരുടെയും സാക്ഷ്യങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ ആദ്യമേ 100 രൂപയാണ്
ചെയ്ത് കൊടുത്തുകൊണ്ട് ചില സ്വത്തമായിട്ടുണ്ട്. പിന്നെ അത് 500 ആക്കി. അപ്പോഴത്തേക്കും എൻ്റെ വരുമാനം വർദ്ധിച്ചു. അപ്പം ഞാനത് 1000 ആക്കി. അപ്പോഴത്തേക്കും വീണ്ടും വർദ്ധിപ്പിച്ചു. അപ്പം ഞാനിപ്പോൾ 10,000 വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാക്ഷി ഏതാ? കൊടുക്കുന്നതാണ് മേടിക്കുന്നതാണ്? പറ. ഈ കൊടുക്കുന്നതിൻ്റെ 10 ഇരട്ടി കിട്ടുന്നതുകൊണ്ടാണ് കൊടുക്കുന്നത് ഓർത്തോണം കേട്ടോ. കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവ് കൊടുക്കും. പക്ഷെ നമ്മൾ ആ ഒരു ഉദ്ദേശം കൊടുക്കല്ലേ, ആറ്റിറ്റ്യൂഡൊക്കെ മാറും. കർത്താവുള്ള സ്നേഹത്തിൽ കൊടുക്കും, സന്തോഷത്തോടെ കൊടുക്കുന്ന കർത്താവ് സ്നേഹിക്കും. അപ്പോൾ ഞാൻ വലിയ എക്സ്പോർട്ടറായി. മീൻ കിട്ടി, കർത്താവിനെ വിളിച്ചു. കർത്താവിനെ ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ മീൻ വെച്ചിട്ട് വരാം. എൻ്റെ ശുശ്രൂഷ ഇപ്പോൾ ഇതാ. എല്ലായിടത്തും ഓടി കിടന്ന് പോകാവുന്ന ചർച്ചസിലെല്ലാം പോയി ടി വിയിലും എല്ലാ ചാനലിലും ഞാൻ വലിയ സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇന്നൊരു ഫിഷ് എക്സ്പോർട്ടറാണ്. കർത്താവിൻ്റെ നാമം നാഴിക നാപ്പോട്ടം പറയുന്നുണ്ട്. കർത്താവിൻ്റെ മുഖത്തും സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവാണ് എൻ്റെ എല്ലാം. ഇന്ന് എനിക്ക് വീട്ടിൽ ഇത്ര കാശുണ്ട്, ഇത്ര വീടുകളുണ്ട്, എൻ്റെ മക്കളെല്ലാം വിദേശത്ത് പഠിക്കുന്നു, അവരെല്ലാം ഭയങ്കര സമ്പന്നരാണ്. ഞങ്ങൾക്ക് ഇന്ന് ഇത്ര കൺട്രീസിലോട്ട് എക്സ്പോർട്ടിംഗ് ആണ്. ഇതാണ് നമ്മൾ കേട്ട വചനം. കർത്താവിൻ്റെ അപ്രൂവലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ മേടിക്കുന്നവരാണ്, കൊടുക്കുന്നവരാണ്. ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് ഈ സ്ഥാനത്ത്, ഈ പീറ്ററിൻ്റെ സ്ഥാനത്ത്, പത്രോസിൻ്റെ സ്ഥാനത്ത് ഈ വെള്ളം നിറച്ച് നമുക്ക് വീണ്ടും കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ബ്ലെസ്സിങ് കിട്ടി, ഒരു വേൾഡി ബ്ലെസ്സിങ് കിട്ടി. നമ്മുടെ ജോലിയിലാട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലാട്ടെ, അല്ലെങ്കിൽ പ്രൊഫഷനിലാട്ടെ ഒരു വലിയ ബ്ലെസ്സിങ് കിട്ടി. നമ്മളത് കേട്ട് നിൽക്കുമോ? ആ ബ്ലെസ്സിങ്ങുമായിട്ട് നമ്മൾ നിൽക്കുമോ? അതോ കർത്താവിൻ്റെ പുറകെ പോവോ? കർത്താവ് പറയുന്നത് കേൾക്കുമോ? ബാക്കി അടുത്ത എപ്പിസോഡ്.